കാര്യമല്ല. ഖൈബറിൽ പോയി സമരത്തിന് വേണ്ടി സഹാബത്ത്. അന്നേരത്ത് ഖൈബറിൽ വലിയ പട്ടാളമാണ്. ജൂതന്മാർ ചതിച്ചു. 40 ദിവസത്തിനകത്ത് നമുക്ക് കരാറുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ജൂതന്മാർ ചതിയന്മാരാണ്. അന്നും ജൂതന്മാർ ചതിയന്മാരാണ്. 40 ദിവസത്തിനകത്ത് കരാറുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസുകൾ അവർ നടത്തി. എന്നാൽ സഹാബത്ത് അവിടെ ചെല്ലുമ്പോൾ അവർ ആയുധ സമ്പന്നരാണ്. അന്ന് ഖൈബർ ഫതഹാക്കിയതാരാണ്? സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. വലിയ ഖൈബറിന്റെ കോട്ട കെട്ടി ഒരു വലിയ ഗേറ്റ് ഉണ്ടാക്കി വെച്ചു. ആ ഗേറ്റ് തകർക്കാൻ വേണ്ടി സഹാബത്ത് പഠിച്ച പണി 18 നോക്കി, അത് തകരണില്ല. അവസാനം ഹൈദർ അലി എന്ന് പറയുന്ന സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ദുൽദുലിന്റെ പുറത്ത് കയറിക്കൊണ്ട് അലി പറന്നാനെ, ധീരർ അലി പറന്നാനെ, ചുറ്റും പൊടി പറന്നാനെ, കയ്യിൽ ദുൽഫുഖാർ അങ്ങനെ നീട്ടിപ്പിടിച്ച് കലിമത്ത് തൗഹീദുള്ളിൽ ഉറച്ച് ഖൈബറിൽ ചെന്നാനെ, ധീരർ ജിഹാദു വിളിച്ചാനേ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ കോട്ടകൾ കീഴടക്കിയത് അല്ലാഹു അക്ബർ എന്ന ഉച്ചത്തിലുള്ള തക്ബീർ കേട്ടപ്പോൾ ഖൈബറിൽ കോട്ട കിടുകിടാ വിറച്ചു. ചരിത്രമാണത്. മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു കറാമത്തുകൾ നൽകും, അത്ഭുത ഫലസിദ്ധികൾ നൽകും. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ ഇൽമാകുന്ന വലിയ നോളജ് സിറ്റി ആണെങ്കിൽ ആ സിറ്റിയിലേക്കുള്ള ഗേറ്റ്, കവാടമാണ് എൻ്റെ അലിയെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു വാചകത്തിന് മാത്രം 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ വേണ്ടി മാത്രം വിശദീകരണങ്ങൾ ഞാൻ എഴുതിത്തരാമെന്ന് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത്രമേൽ ശ്രേഷ്ഠമാണ് തക്ബീർ. നമ്മൾ സഹാബത്ത് ബദറിൽ ജയിച്ച എന്തുകൊണ്ടാ? കലോഷ്നിക്കോവ് തോക്കുണ്ടോ? ടോമോഹോക്ക് മിസൈലുണ്ടോ? ഈമാനോടുകൂടി അവർ തക്ബീർ വിളിച്ചപ്പോൾ ശത്രുക്കളുടെ ഉള്ളിൽ ഭയമുണ്ടായി. അവർ ഭയന്നു വിറച്ചു. അവർക്ക് പേടിയുണ്ടായി. ഇന്ന് നമ്മളെ കാണുമ്പോൾ ആർക്കും പേടിയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ഈമാൻ മരിച്ച് രോഗിയായ ഈമാനാണ് നമ്മുടെ കൽബിലുള്ളത്. അത് വലിയ പ്രശ്നമാണ്. നമ്മുടെ ഈമാൻ ഊർജ്ജസ്വലമാണെങ്കിൽ നമ്മുടെ മുൻഗാമികൾ ജയിച്ചത് ആയുധങ്ങൾ കൊണ്ടല്ല, ബോംബർ വിമാനങ്ങൾ കൊണ്ടല്ല, ടോമോഹോക്ക് മിസൈലുകൾ കൊണ്ടല്ല. നമ്മുടെ മുൻഗാമികൾ ജയിച്ചത് ഈമാൻ കൊണ്ടാണ്. ആ ഈമാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സുബഹി ഖളാ ആകാതെ ഞാൻ നിങ്ങൾ നിസ്കരിക്കണം. കരാട്ട പഠിച്ചതുകൊണ്ട് പോരാ, കളരി പഠിച്ചത് കൊണ്ട് പോരാ, നമ്മളിങ്ങനെ പ്രസംഗിച്ചാലും പോരാ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ